ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഓർ OTCEI. Over the counter exchange of India can be defined as a stock exchange without a proper trading floor. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്: ഒരു പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് ഫ്ലോർ ഇല്ലാതെ ഉള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക, OTCEI എന്ന് പറയുക, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയാം. അതായത് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഫ്ലോർ ഉണ്ടായിരിക്കില്ല, ഒരു പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് പ്ലേസ് അവിടെ ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയാം. പ്രോപ്പറായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലേസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഫ്ലോർ ഇല്ലാത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നമ്മൾ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയും. All stock exchange have a specific place for trading their securities through counters. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കും. അവിടുത്തെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്യൂരിറ്റീസ് ബൈ ചെയ്യാനും അതേപോലെ തന്നെ സെല്ല് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ തീർച്ചയായിട്ടും എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കും. But the OTCEI is connected through a computer network and the transactions are taking place through computer operations. നമ്മൾ പറഞ്ഞു എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും അതിൻ്റേതായിട്ടുള്ള ഒരു അവിടെ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കും. അതായത് അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ട്രേഡിംഗ് ഫ്ലോർ അവിടെ ഉണ്ടായിരിക്കും എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് ഫ്ലോർ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലേസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലേസ് ഇല്ല എന്ന് മനസ്സിലായി. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലേസ് ഇല്ലെങ്കിൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുക? അപ്പോൾ അവിടെ നമുക്കൊരു ചോദ്യം വന്നു, എങ്ങനെയാണ് ഒരു പ്രോപ്പർ ട്രേഡിംഗ് പ്ലേസ് അല്ലെങ്കിൽ പ്രോപ്പർ ട്രേഡിംഗ് ഫ്ലോർ ഇല്ലാതെ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് നടത്തുക, സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുക. അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കണക്റ്റ് ചെയ്തിട്ടാണ് ഓരോ ട്രാൻസാക്ഷനും ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പ്യൂട്ടർ ട്രാൻസാക്ഷൻസ്, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട്, കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ ട്രേഡിങ്ങും സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതും അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്തുന്നതും എന്ത് യൂസ് ചെയ്തിട്ടാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഓരോ ട്രാൻസാക്ഷനും ടേക്സ് പ്ലേസ് ചെയ്യുന്ന, ഓരോ സെക്യൂരിറ്റീസും ട്രേഡ് ചെയ്യുന്ന, ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയാം. The exchange was set up to aid enterprising promoters in raising finance for new projects in a cost-effective manner, and it provide investors with a transparent and efficient mode of trading. ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇൻവെസ്റ്റേഴ്സിന് അവർ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോഡ് ഓഫ് ട്രേഡിംഗ് ആണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് ഇൻവെസ്റ്റേഴ്സിന് ഈസി ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് മോഡാണ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്.
പുതിയ പ്രൊജക്റ്റുകൾക്കായി ചെലവ് കുറഞ്ഞ രീതിയിൽ ധനം സമാഹരിക്കുന്നതിനും ധനസമാഹരണത്തിനും സുതാര്യവും കാര്യക്ഷമവുമായ ട്രേഡിംഗ് രീതി നൽകുന്നതിനും എൻ്റർപ്രൈസിംഗ് പ്രൊമോട്ടേഴ്സിന് എക്സ്ചേഞ്ച് സഹായം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ പുതിയതായിട്ട് വരുന്ന പ്രൊജക്ട്സ് ഉണ്ടാവാം, പുതിയതായിട്ട് വരുന്ന കമ്പനീസ് ഉണ്ടാവും. അവർക്കൊക്കെ അവരെ പ്രൊമോട്ട് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സിന് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അതായത് ന്യൂ പ്രൊജക്ട്സ് വരാം, കുറേ കമ്പനീസിന് പുതിയ എൻ്റർപ്രൈസുകൾ വരാം. അവർക്ക് ചിലപ്പോൾ BSEയിലോ NSEയിലോ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അത്തരം കമ്പനീസിന് അത്തരം ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രേഡിംഗ് ഫെസിലിറ്റി ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ബിക്കെയിം ഫുള്ളി ഓപ്പറേഷണൽ ഇൻ 1992 വിത്ത് ഓപ്പണിംഗ് ഓഫ് എ കൗണ്ടർ അറ്റ് മുംബൈ. ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫുള്ളി ആയിട്ട് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് നടന്നു തുടങ്ങിയത് 1992 മുംബൈയിലെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടാണ്. ഇൻകോർപ്പറേഷൻ ഓഫ് OTCEI. OTCEI was incorporated in October 1990 under Section 25 of the Companies Act 1956. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് 1990 ഒക്ടോബറിലാണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 25 ആയിട്ടാണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് 1990 ഒക്ടോബറിൽ. It is recognized as a stock exchange under Section 4 of the Securities Contract Regulation Act 1956 by the Government of India. Government of India Securities Contract Regulation Act 1956 സെക്ഷൻ 4 എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ, ഓവർ ദി കൗണ്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയെ റെക്കഗ്നൈസ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 ആക്ടിൽ ചെയ്തിട്ടുണ്ട്, സെക്ഷൻ 4 എന്ന് പറഞ്ഞിട്ട് ഇത്തരം ഓവർ ദി കൗണ്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രൊമോഷൻ ഓഫ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. Over the counter exchange of India has been incorporated under Section 25 of the Companies Act, as a result of which the word limited need not to be used, since it is promoted for common cause of promoting the interest of small and medium companies. This privilege has been given to company by the central government. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സെക്ഷൻ 25 കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 25 നമ്മൾ പഠിച്ചതാണ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ ബിഗ് കമ്പനീസിന് വേണ്ടിയിട്ടല്ല, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടാണ് ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ചെറുകിട കമ്പനീസ് ഉണ്ടാവും, അതേപോലെ തന്നെ മീഡിയം കമ്പനീസ് ഉണ്ടാവും, സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസ് ഉണ്ടാവും. ആ സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിന് വേണ്ടിയിട്ട് അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യാനും അവരുടെ ഷെയർസ് ട്രേഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നിട്ടുള്ളത്. എവിടെ ഒരിക്കലും ബിഗ് കമ്പനീസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കമ്പനീസിൻ്റെ
ഷെയർസ്, സെക്യൂരിറ്റീസ് ഒരിക്കലും എവിടെ ട്രേഡ് ചെയ്യപ്പെടില്ല? ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യപ്പെടില്ല. ഇവിടെ സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിൻ്റെ ഷെയർസ് ആയിരിക്കും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്, ബൈ ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും. ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യപ്പെടില്ല? ഈ ബിഗ് കമ്പനീസിൻ്റെ ഷെയർസ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെടില്ല. ഈ സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് രൂപപ്പെട്ടിട്ടുള്ളത്? ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനീസ് എന്ന് പറയുന്നത് അവരുടെ ഷെയർ ക്യാപിറ്റൽ 30 lakh 30 ലക്ഷത്തിനും 25 കോടിക്കും ഇടയിൽ ഉള്ള പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള, ഇഷ്യൂഡ് ക്യാപിറ്റലുള്ള കമ്പനീസ് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുക, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക. അതായത് ഏറ്റവും കുറഞ്ഞത് 30 ലക്ഷം രൂപയുടെ ഇഷ്യൂഡ് ക്യാപിറ്റലുള്ള കമ്പനി, അതേപോലെ തന്നെ ഏറ്റവും കൂടിയ മാക്സിമം എത്ര വരെ പോകാൻ പാടുള്ളൂ? 25 കോടിയുടെ ഇഷ്യൂഡ് ക്യാപിറ്റലുള്ള കമ്പനീസ്. ഈ 30 ലക്ഷത്തിനും 25 കോടിക്കും ഇടയിൽ നിൽക്കുന്ന ഇഷ്യൂഡ് ക്യാപിറ്റലുള്ള എല്ലാ കമ്പനീസും എവിടെ ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിലെ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മോർ ദാൻ 25 crores 25 കോടിയിൽ കൂടുതൽ ഇഷ്യൂഡ് ക്യാപിറ്റലുള്ള ഒരു കമ്പനിക്കും ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ലിസ്റ്റ് ചെയ്യാൻ അവരുടെ ഷെയർസ് ആ കമ്പനീസിന് ഒരിക്കലും ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല. പകരം അവർക്ക് എന്ത് ചെയ്യാം? BSEയിലോ NSEയിലോ ഒക്കെ ലിസ്റ്റ് ചെയ്യപ്പെടാം. പക്ഷെ ഒരിക്കലും ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ 30 ലക്ഷത്തിനും 25 കോടിക്കും ഇടയിലുള്ള ഇഷ്യൂഡ് ക്യാപിറ്റലുള്ള കമ്പനീസിന് മാത്രമേ ഇവിടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാനും സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. 25 കോടിയിൽ മുകളിലുള്ള ഒരു കമ്പനിക്കും ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ സാധിക്കുന്നതല്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പ്രൈസ് റേഞ്ച്, ഈ ഇഷ്യൂഡ് ക്യാപിറ്റലിന് നമ്മൾ പറഞ്ഞു 30 ലക്ഷം തൊട്ട് 25 കോടി വരെ. ആ 30 ലക്ഷം തൊട്ടിട്ട് 25 കോടി വരുന്ന വരെ ഇഷ്യൂഡ് ക്യാപിറ്റൽ വരുന്ന കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മോർ ദാൻ 25 crores ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഒരിക്കലും സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ആണ് എന്ന് പറയില്ല. അവരെന്താ പറയുക? ബിഗ് എൻ്റർപ്രൈസ് ആണ്. സ്മോളിനേക്കാളും മീഡിയം എൻ്റർപ്രൈസിനേക്കാളും വലുതായിട്ടുള്ള എൻ്റർപ്രൈസ് ആണ് ഏത്? ഈ 25 crore കൂടുതൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള കമ്പനീസ്. This company was promoted by a group of financial institutions owned by Government of India consisting of UTI, ICICI, IDBI, SBI Capital Market, IFCI, LIC, GIC and Can Bank Financial Service, which is a subsidiary of Canara Bank. ഈ പറഞ്ഞിട്ടുള്ള കമ്പനീസും അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് UTI, ICICI, IDBI, SBI, IFCI, LIC, GIC, കാനറ ബാങ്ക്, ഇതൊക്കെ ഇത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺഡ് ആയിട്ടുള്ള കുറേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത്തരം കമ്പനീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് OTCEI, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഫീച്ചർ, യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി. അൺലൈക്ക് അതർ സ്റ്റോക്ക് മാർക്കറ്റ്, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ does not have any special counters and it is an electronically operated stock exchange. ഒന്നാമത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ മോഡേൺ ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും കമ്പ്യൂട്ടർ ഓപ്പറേഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതും ബൈ ചെയ്യുന്നതും സെൽ ചെയ്യുന്നതൊക്കെ. ഇവിടെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് അതേപോലെ തന്നെ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ഷെയർസും സെക്യൂരിറ്റീസും സ്റ്റോക്സൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ ഒരു ഫീച്ചറാണ്, സവിശേഷതയാണ് എന്ത്?
യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി എന്ന് പറയുന്നത്. മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നടത്തുന്നത്. സെക്കൻഡ്, റെസ്ട്രിക്ഷൻസ് ഫോർ അതർ സ്റ്റോക്സ്. Stocks and shares listed in other stock exchanges will not be listed in the over-the-counter exchange of India, and similarly stocks listed in over-the-counter exchange of India will not be listed in other stock exchanges. അതായത് മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയർസും സ്റ്റോക്കുകളും ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസും സ്റ്റോക്കുകളും അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ എന്ത് ചെയ്യില്ല, ലിസ്റ്റ് ചെയ്യില്ല. നമ്മളുടെ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനീസിൻ്റെ ഷെയർസ് ആണെങ്കിൽ അത് മറ്റുള്ള മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസും സ്റ്റോക്കുകളാണെങ്കിൽ അതൊരിക്കലും ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലുള്ള ഷെയർസും സ്റ്റോക്കുകളും ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. തേർഡ് ഫീച്ചർ, മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. Minimum issued equity capital should be rupees 30 lakhs, out of which minimum public offer should be rupees 20 lakhs. അതായത് മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മിനിമം ഒരു കമ്പനിയിൽ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ഷെയർസ് ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ മിനിമം ആ കമ്പനിയുടെ ഇഷ്യൂഡ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 30 ലക്ഷം ആയിരിക്കണം. അതേപോലെ തന്നെ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് മിനിമം എത്രയായിരിക്കണം, 20 ലക്ഷം ആയിരിക്കണം. അതായത് മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മിനിമം ഇഷ്യൂഡ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30 ലക്ഷം. അതേപോലെ തന്നെ മിനിമം പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് 20 ലാഖും ആയിരിക്കണം. ഫോർത്ത് ഫീച്ചർ, റെസ്ട്രിക്ഷൻസ് ഫോർ ലാർജ് കമ്പനീസ്. നോ കമ്പനി with the issued equity share capital of more than rupees 25 crores is permitted for listing. അതായത് ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരിക്കലും 25 കോടിയിൽ കൂടാൻ പാടില്ല. അങ്ങനെ 25 കോടിയിൽ കൂടുതൽ ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയാണെങ്കിൽ ഒരിക്കലും ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അത്തരം കമ്പനീസിന് 25 ക്രോസിൽ കൂടുതൽ ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയാണെങ്കിൽ അതിനെ നമ്മൾ ലാർജ് കമ്പനി എന്നാണ് പറയുക. അത്തരം ലാർജ് കമ്പനീസിനെ ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. ഒരിക്കലും 25 കോടിയിൽ കൂടുതൽ ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയാണെങ്കിൽ ഒരിക്കലും ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ പെർമിറ്റ് ചെയ്യുന്നതല്ല, അതിൻ്റെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നതല്ല. നെക്സ്റ്റ്, ബേസ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഫോർ മെമ്പേഴ്സ്. Members will be required to maintain a minimum base capital of rupees 4 lakhs to trade on the permitted or on listed segment. ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിലെ മെമ്പേഴ്സിന് തീർച്ചയായിട്ടും അവരുടെ മിനിമം ബേസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അങ്ങനെ 4 ലക്ഷം രൂപ അവരെ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ മിനിമം ബേസ് ക്യാപിറ്റലായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് ആ ലിസ്റ്റഡ് സെഗ്മെൻറ്റിൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാനും ബൈ ചെയ്യാനും സെല് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ എന്ത് ചെയ്യണം, മിനിമം ബേസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ മെമ്പേഴ്സും 4 ലക്ഷം രൂപ അവരുടെ മിനിമം ബേസ് ക്യാപിറ്റലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ അവരുടെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഫീച്ചർ, ഓൾ ഇന്ത്യ നെറ്റ്വർക്ക്. ദി നെറ്റ്വർക്ക് ഓഫ് കൗണ്ടേഴ്സ് ലിങ്ക്സ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ മെമ്പേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു കൺട്രിയുടെ ഡിഫറൻറ്റ് പാർട്സിലായിരിക്കാം. ഒരു സ്ഥലത്ത് നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കണമെന്നില്ല. അവരെ ഓരോരുത്തരും ഓരോ
കൺട്രിയിലുള്ള ഓരോ ഭാഗത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ നെറ്റ്വർക്കാണ് എന്ന് പറയാം. ഓരോ സംസ്ഥാനത്തുള്ള ആൾക്കാരുണ്ടാവും. ഓരോ ഈ കൺട്രിയിലുള്ള ഓരോ പാർട്സിലും ഓരോ ഭാഗത്തും നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ നെറ്റ്വർക്കാണ് എന്ന് പറയാം. നെക്സ്റ്റ് ഫീച്ചർ, കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്. Computers at each counter enable to dealers to enter various transactions or queries or codes through a central over-the-counter exchange of India computer using telecommunication links. ഇൻവെസ്റ്റേഴ്സിന് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സംശയങ്ങൾ, അതേപോലെ തന്നെ പാർട്ടിസിപ്പൻസിന് അവരുടെ സംശയങ്ങൾ, പ്രശ്നങ്ങളുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സംശയങ്ങൾ, ക്വയറീസ് എന്തൊക്കെയാണ് അതൊക്കെ സോൾവ് ചെയ്യാൻ ഈ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ സാധിക്കുന്നതാണ്. കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിൻ്റെ, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാൻ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ സാധിക്കുന്നതാണ്.